അസ്സലാമു അലൈക്കും. കർണി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ കർണാടകയിലെ കൽബുർഗിയിലാട്ടോ. ഗുൽബർഗ് എന്ന പേരിൽ ആണ് ആദ്യം അറിയപ്പെട്ടത്. ഇപ്പോൾ കൽബുർഗി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവിടെ SSFൻ്റെ നാഷണൽ സാഹിത്യോത്സവം കൂടാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇന്നും നാളെയും മറ്റന്നാളാണ് നാഷണൽ സാഹിത്യോത്സവം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലാട്ടോ ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിന്ന് 2 കിലോമീറ്ററിൻ്റെ സാഹിത്യോത്സവൻ്റെ നഗരിയിലേക്ക്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചയും കാര്യങ്ങളൊക്കെ കാണാം നാഷണൽ സാഹിത്യോത്സവിൻ്റെ. അപ്പോൾ ഈ ഒരു സാഹിത്യോത്സവം നമ്മൾ ബറേൽവി, ഉത്തർപ്രദേശിലെ ബറേൽവി വെച്ചിട്ട് കഴിഞ്ഞ മാസം ഒക്ടോബർ 7, 8, 9 ആയിരുന്നു. അവിടെ എന്തോ ചെറിയ കാരണങ്ങൾ കൊണ്ടാണ് കർണാടകയിലെ ഈ ഒരു ഗുൽബർഗിലേക്ക് സാഹിത്യോത്സവം മാറ്റിയിട്ടുള്ളത് കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ എത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിലാരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും പോയോക്കാം. ഇതാട്ടോ കൽബുർഗിയിലെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറംഭാഗം. ഗൈസ്, നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. സാഹിത്യോത്സവൻ്റെ നഗരിയിൽ എത്തിയിട്ടുണ്ട്. ഒന്ന് 6 കിലോമീറ്റർ ഉണ്ട് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട്. അടിപൊളിയായിട്ടാണ് നഗരമൊക്കെ ഉണ്ടാക്കി വെച്ചത്. കവാടൊക്കെ ഇതാന്ന് തോന്നുന്നു മെയിൻ വേദി കണ്ടിട്ട്. പള്ളി പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്. പ്രോഗ്രാം നാളെ സ്റ്റാർട്ട് ചെയ്യാമല്ലോ കേട്ടോ. ഇന്നെന്തോ ജിത്തിമ പരിപാടി കലിൽത്തങ്ങളൊക്കെ വരുന്നുണ്ടെന്ന്. അപ്പോൾ ഇതൊരു സ്ഥാപനത്തിലാണ് തോന്നുന്നത് പരിപാടി എടുക്കുന്നത് കേട്ടോ. വെള്ളിയാഴ്ച രാത്രിക്കത്താണ് പരിപാടി തുടങ്ങിയിട്ടില്ല. എന്തോ സ്ഥിതിമ ഉണ്ടെന്ന് പറഞ്ഞു. പരിപാടിയൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇവിടെ ഒരു ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുന്നത്. ഉള്ളിലൊരു ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മസ്തർ ഈ നാട്ടിൽ എന്തൊക്കെയാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. സാഹിത്യോത്സവം, നാഷണൽ സാഹിത്യോത്സവം. പെട്ടെന്ന് മാറ്റിയുണ്ട്. 1 മാസം കൊണ്ട് ഉണ്ടാക്കിയതാണ് സംഭവം. ബറേൽവി വെച്ച് നടക്കേണ്ട സാഹിത്യോത്സവം ആയിരുന്നു. പക്ഷെ ഇങ്ങോട്ടേക്ക് മാറ്റിയുടെ പ്രശ്നങ്ങളായുണ്ട്. ഗ്രാമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നടക്കണ പരിപാടി തന്നെ കേട്ടോ. എല്ലാവരും പോലെ ആവേശമാണ്. പേരൊക്കെ വിളിക്കുന്നുണ്ട്. ഇത് പ്രോഗ്രാം മസ്തർ വ്യാസ്. ചായ കേട്ടോ, 6 റുപ്യാണ് ഈ ചായക്ക്. ചായൻ്റെ കളറൊക്കെ ക്വാളിറ്റി അടിപൊളി കേട്ടോ. 6 റുപ്യാണ് ചായ. പരിപാടി ഇതാണ്. കവാട കണ്ടിട്ട് ഞങ്ങൾ മറ്റാളൊക്കെ അടിപൊളിയാക്കി ഉണ്ടാക്കിയിട്ടുണ്ടോ. ചാലാട്ടത് രാത്രിക്കത്തെ ഫുഡ് റെഡി ആയി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കർണാടകയിലുള്ള ഫുഡാണ്. ചാവല്, വേറെ ചാവല്, നല്ല ബീഫാണ്ടോ. ചിക്കനുണ്ട്, ചിക്കൻ കിട്ടിയില്ല നമുക്ക്. फिर बार बार रिक्वेस्ट कर रहा हूं कि आप इधर उधर नहीं घूमें, बल्कि मजलिस में आकर के कुर्सी पर आकर के बैठ जाएं. अस्सलामु अलैकुम वरहमतुल्लाहि तआला. രാത്രി കേട്ടോ, വെള്ളിയാഴ്ച രാത്രി പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. बेशक रूहानियत का असीम मज़ा तब मिलता है जब हम किमत में शक क्या था, अल्लाह रज़ा।
അടക്കണ അവിടെ ആണിത്. നമ്മളെ SF-ൻ്റെ പൊടിയൊക്കെ പാറുണ്ട്. രാത്രി ഇപ്പം ഇങ്ങോട്ട് വരാം. ജ്യൂസൈൻ കേട്ടോ, നാഷണൽ തുലസിലെ ജ്യൂസൈനാണ്. നല്ല പ്രോഗ്രാം നടക്കുന്നുണ്ട്. നമ്മുടെ സാഹിത്യോത്സവില് പരിപാടി നടക്കണം. ഓഡിറ്റോറിയം അടിപൊളി സ്ട്രക്ചർ ഇതിനാണ്. വേദി 2 ആട്ടോ അവിടെ ഉള്ളത്. നമുക്ക് വേദി 2 കാണിച്ചിട്ട് കണ്ടു. സംഭവം ഇവിടെ സാഹിത്യോത്സവം മെയിനായിട്ട് ഓഡിറ്റോറിയങ്ങൾ. അവിടെ മെയിൻ ഓഡിറ്റോറിയം അപ്പുറത്താണ്. ഇവിടെ വേദി 3, ഇത് വേദി 4, വേദി 3 ആട്ടാ. അത് അടിപൊളി സ്ട്രക്ചർ. വേദി 2-ലുള്ള പരിപാടിയാട്ടത്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വലിയ അടിപൊളി ഓഡിറ്റോറിയം കേട്ടോ. അതൊരു ഓഡിറ്റോറിയം ആണ്. വേദി 2 കാണിച്ചു തരാം. വേദി 2 അല്ല കേട്ടോ, വേദി 3-ആണിത്. വേദി 3 ഓഡിറ്റോറിയം ആണ്. ഓഡിറ്റോറിയത്തിന്റെ സെറ്റപ്പ് കേട്ടോ, സീനാണ്.